ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു യാത്രയാണ്. അതായത് എനിക്കിന്നൊരു എക്സാം ഉണ്ട് കേട്ടോ. അത് ഫോർട്ട് കൊച്ചി വെച്ചിട്ടാണ്, സാന്താക്രൂസ് HSSC വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുക. ഇപ്പോൾ ഒരു 4:45 ആയിട്ടുണ്ട് സമയം കേട്ടോ. 5:30 കരുനാഗപ്പള്ളി ട്രെയിൻ വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ കരുനാഗപ്പള്ളി എത്തി കേട്ടോ. ഇവിടെ ഇപ്പോൾ സൈഡിലൊന്നും വണ്ടി വെക്കാൻ പറ്റത്തില്ല കേട്ടോ. മറ്റേ 2 വീലറൊക്കെ ഇവിടെ സൈഡിൽ വെക്കുമായിരുന്നു. ഇപ്പോൾ പേ പാർക്ക് വന്നതിന് ശേഷം അവർ ഇവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തേക്കുക കേട്ടോ. അതുകൊണ്ട് കുറച്ച് മുന്നേ അങ്ങോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നേ കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിൻ പെരിനാടായിട്ടുണ്ടേ. അങ്ങനെ ട്രെയിനൊക്കെ വന്ന് നമ്മൾ ട്രെയിനിൽ കയറി. സീറ്റൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് പിന്നെ സീറ്റ് ഒരുപാടുള്ളതുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അമ്പലപ്പുഴ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അതായത് നിറച്ച് പാടമായിരുന്നു. പാടവും അതുപോലെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മൾ എറണാകുളം എത്തിയേ. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കൂടെ കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മസാല ദോശ എന്ന് പറയുന്നത്. വെച്ചാൽ പുറത്തൊക്കെ രാവിലെ പോകുന്ന സമയത്ത്, അതുപോലെ ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോകുകയാണെങ്കിൽ രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ടൊക്കെ വന്ന് ഒരു മസാല ദോശയൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക വൈബല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് പറയണേ. അപ്പോൾ നമുക്കിവിടെ അടുത്ത് ഏതെങ്കിലും വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് നോക്കാം. എൻ്റെ മസാല ദോശ ഫ്ലോപ്പായി പോയായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര പുളിയായിരുന്നു കേട്ടോ. പുളി കൊണ്ട് വെക്കാനേ വയ്യായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചതാണെങ്കിൽ ഇടിയപ്പവും കടലക്കറി. പിന്നെ അവളുടെ കയ്യിൽ നിന്ന് ഒരു ഇടിയപ്പമൊക്കെ എടുത്ത് വെച്ച് കഴിച്ച് രണ്ടുപേരോട് ഒരു കോഫിയൊക്കെ കുടിച്ച്. എന്നാലും എൻ്റെ മസാല ദോശ കിട്ടാഞ്ഞാൽ എനിക്ക് സങ്കടമുണ്ട്. പോട്ടെ, നമുക്ക് ഇനി അടുത്ത ദിവസം ഏതെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ മസാല ദോശ സെറ്റാക്കണം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. ഇത് മെട്രോയുടെ തന്നെ ബസ്സാണ് കേട്ടോ. ഇതിനകത്താകുമ്പോൾ ഒരാൾക്ക് 20 രൂപയുള്ളൂ. നമ്മൾ ഓട്ടോയിലൊന്നും പോകേണ്ടെന്ന കാര്യമില്ല. ഇവിടുന്ന് എപ്പോഴും ഇങ്ങനെ ബസ്സുണ്ട്. 10 മിനിറ്റ് ഇടവിട്ട് ബസ്സുണ്ട്. ഇതിപ്പം ഹൈക്കോടതി ജംഗ്ഷനിലുള്ള വാട്ടർ മെട്രോയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഹൈക്കോടതി ജംഗ്ഷൻ, അതുപോലെ തന്നെ വാട്ടർ മെട്രോ, ജനറൽ ഹോസ്പിറ്റൽ വഴി വീണ്ടും ഇത് റെയിൽവേ സ്റ്റേഷൻ വരും. അങ്ങനെ നല്ല സുഖയാത്രയുമാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തി കേട്ടോ. ഇത് ഹൈക്കോടതി ജംഗ്ഷനിലുള്ള വാട്ടർ മെട്രോ ആണേ. ഇത് നോക്കി, ഇതുപോലുള്ള ഒരുപാട് ബോട്ടുകൾ ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെയൊക്കെ ഗൈഡും അവിടെ ഉണ്ട്. ഇത് പെർ മണിക്കൂറിനാണ് കേട്ടോ റേറ്റ് എന്ന് പറയുന്നത്. ഫുള്ള് കൊച്ചിക്കായൽ നമ്മൾ കൊണ്ടുവന്ന് കാണിക്കും. അതുപോലെ ഫോർട്ട് കൊച്ചി, വൈപ്പിലൊക്കെ പോകാൻ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ കാണാൻ. ഫോർട്ട് കൊച്ചി ബീച്ച്, അതുപോലെ ഫോർട്ട് കൊച്ചി, ജൂതത്തെരുവ്, മട്ടഞ്ചേരി പാലസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനായിട്ട്. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ടെന്നാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വരാൻ കേട്ടോ. ഇനി നമുക്ക് മെട്രോയുടെ അകത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ അകത്ത് വന്ന് അവിടെ പോയി ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മളിതാ ഇവിടെ ഈ ലൈറ്റ് കത്തുന്നില്ലേ, അവിടെ വന്നിട്ട് സ്കാൻ ചെയ്യുമ്പോൾ മാത്രമേ അത് ഓപ്പൺ ആയിട്ട് നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം ഈ സൈഡിലത്തെ ബെഞ്ചിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഫോർട്ട് കൊച്ചിക്ക് ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. എനിക്കിപ്പോൾ പോകാനുള്ള മെട്രോ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വെയിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് നേരെ അങ്ങ് പോകുമായിരുന്നു. ഈ സൈഡിൽ ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് പ്രസ് ചെയ്യുമ്പം ഡോർ ഓപ്പൺ ആവും. അങ്ങനെ കൊച്ചിക്കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ലൊരു യാത്രയാണ് കേട്ടോ ഈ വാട്ടർ മെട്രോയിലുള്ള ഈ ഒരു യാത്രയെന്ന് പറയുന്നത്, കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി എത്തി കേട്ടോ.
ഞാൻ പറഞ്ഞത് ഇവിടെയാണ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് വന്ന് ഈ സൈഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്ന സമയത്ത് ഈ ടിക്കറ്റ് അവിടെ കാണിക്കുമ്പോൾ അവിടെ സ്കാൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ ഇവിടെ ഒന്ന് കുത്തിയിട്ട് കുറച്ച് നേരം ചാർജ് ഇട്ടിട്ട് ഇവിടെ ഇരുന്നു. എന്നിട്ടാണ് പിന്നെ പുറത്തോട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ഓട്ടോക്കാരൊക്കെ ഇങ്ങനെ നിൽക്കും ഇന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ ഓട്ടോയിലേക്ക് കയറുക. ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് സാധനം വാങ്ങിക്കാനായിട്ട്. പിന്നെ ഈ കട കണ്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണ് മട്ടൻ ചാപ്സ് എന്ന് പറയുന്നത്. അതപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ ചോദിച്ചപ്പോൾ ആ ഓട്ടോക്കാരൻ ചേട്ടന്മാരിങ്ങനെ പറഞ്ഞു കേട്ടോ. പക്ഷേ നമ്മളത് പരീക്ഷിക്കാനൊന്നും നിന്നില്ല. കാരണം നമുക്കിന്ന് സ്കൂളും ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സാമിന് മുമ്പ് കുറച്ച് ടൈമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ മട്ടാഞ്ചേരി പാലസ് കാണാൻ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ പോകുന്നതിന് മുമ്പായിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ ഞങ്ങളിവിടെ ഓട്ടോക്കാരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് പറഞ്ഞു തന്ന് എങ്ങനെ ഉണ്ടോയെന്ന് നോക്കാം അവിടുത്തെ ഫുഡ്. അങ്ങനെ നമ്മളിവിടെ എത്തി കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. കായീസ് റെസ്റ്റോറൻ്റ് എന്നാണ് അതിൻ്റെ പേര്. ബിരിയാണിയാണ് ഇവിടുത്തെ ഫേമസ് എന്ന് പറയുന്നത്. എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ ഈ തള്ളി മറിച്ച് അത്രയൊന്നും ഇല്ല കേട്ടോ. ഒരു ആവറേജ് ഫുഡ്. എനിക്ക് ഇച്ചിരി ഓവറായിട്ട് നെയ്യുള്ള കണക്ക് തോന്നി കേട്ടോ. പിന്നെ ചൂടോടെ കഴിക്കാം, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പാലസിലെത്തി. പോർച്ചുഗീസുകാരാണ് കേട്ടോ 1555 ഈ കൊട്ടാരം പണി കഴിപ്പിക്കുന്നത്. എന്നിട്ട് വീരകേരള ഓർമ്മയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയായിരുന്നു. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം അവർ ആക്രമിക്കുകയുണ്ടായി. അങ്ങനെ അതിൻ്റെ പ്രീതിക്കായിട്ടാണ് രാജാവിനിത് സമർപ്പിക്കുന്നത്. പിന്നീട് 1663 ഡച്ചുകാരാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഡച്ച് കൊട്ടാരം എന്നും അറിയപ്പെടുന്നത്. ഇവിടുത്തെ എന്ന് പറയുന്നത് രാവിലെ 10 മണി തൊട്ട് 5 മണി വരെ സന്ദർശന സമയം എന്ന് പറയുന്നത്. പിന്നെ വെള്ളിയാഴ്ച അവധിയാണ്. അതുപോലെ തന്നെ നാഷണൽ ഹോളിഡേയ്സിനും അവധിയായിരിക്കും. പിന്നെ അകത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും നമുക്ക്. (1864) തൊട്ട് കൊച്ചി ഭരിച്ചിരുന്ന എല്ലാ രാജാക്കന്മാരുടെ ഫോട്ടോസും അതുപോലെ തന്നെ അവരുപയോഗിച്ചിരുന്ന വാള്, ആനക്കൊമ്പ്, വസ്ത്രങ്ങൾ, പിന്നെ അന്നത്തെ നാണയങ്ങൾ, പല്ലക്ക്, ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം. നമ്മുടെ എൻട്രൻസിൽ കൊടുത്തിരിക്കുന്ന പേര് ഈ ക്ഷേത്രത്തിൻ്റെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാലസിലെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. പെട്ടെന്ന് ഇങ്ങ് പോരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നുള്ളൂ സ്കൂളുമായിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ട് വന്നത് കേട്ടോ. അവിടെ നിന്ന് ഒരു അടുത്ത് തന്നെ കേട്ടോ, വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ട്രെയിനിന് ഇനിയും സമയമുണ്ട്. 6:30ക്കാണ് ട്രെയിൻ കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ അതുവരെ ഒരു ഇച്ചിരി നേരം ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇതാ നോക്കി, ഈ പട്ടം ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. നമ്മുടെ അവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ പരുന്തിൻ്റെയൊക്കെ ഒരു പട്ടം. അങ്ങനെ ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ട് ഫോണുമൊക്കെ കഴിച്ചുകൊണ്ട് വായി നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ ഈ സംഭവം കാണുന്നു കേട്ടോ. അതായത് ഒരു ചേട്ടൻ ഇങ്ങനെ ചിത്രം വരച്ച് കൊടുക്കുക കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിത്രം വരച്ച് തരും. 200 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ മോളുടെ ചിത്രം ഇങ്ങനെ വരയ്ക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ വരച്ച് കേട്ടോ. ആ മോളാണെങ്കിൽ നല്ലപോലെ ചിരിച്ച് നല്ലപോലെ ഇരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ വീണ്ടും വന്ന് അവിടെ ഇരുന്ന് കടലിൻ്റെ തിരയൊക്കെ എണ്ണി കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന്. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം കേട്ടോ. കാരണം 6:30ക്ക് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ 10:45 നമ്മൾ കരുനാഗപ്പള്ളി ചെല്ലാനായിട്ട്. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാതെ കയറിയാൽ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മെട്രോയിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അപ്പോൾ എറണാകുളത്ത് നിന്ന് എടുക്കുന്ന മെമോ ആയിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. ഇച്ചിരിയെങ്കിലും തിരക്ക് കുറവുള്ളത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കയറിയിരുന്നത്. അങ്ങനെ നമ്മൾ കരുനാഗപ്പള്ളി എത്തി കേട്ടോ. എൻ്റെ ദൈവമേ, കുഴഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങ് മടുത്ത് പോയി കേട്ടോ. ട്രെയിൻ ഇച്ചിരി ലേറ്റൂടായിരുന്നു കേട്ടോ. പിന്നെ അവളുടെ ഹസ്ബൻഡ് വന്ന് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവളെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവുകയാണേ. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. വീട്ടിൽ ചെല്ലുക, കുളിക്കുക, അങ്ങ് കിടന്നുറങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.